ശമ്പള കമ്മീഷൻ അല്ല, അത് നിയമിച്ചേക്കുമല്ലേ, അതിന്റെ റിപ്പോർട്ടില്ലല്ലോ, റിപ്പോർട്ടൊന്നും വന്നിട്ടില്ലല്ലോ. അവര് ചെയ്യണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതേ സമയത്ത് ചെയ്തില്ലേ? ഇവര് അല്ല, ഞാൻ പറയുന്നത് ഒരു പേ കമ്മീഷൻ കേരളത്തിന്റെ ഹിസ്റ്ററി നോക്ക് നിങ്ങൾ. അതാത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവര് നിയമിച്ച് അവരുടെ കാലത്ത് അതിന്റെ റിപ്പോർട്ട് കൊടുത്ത് അതാത് ഗവൺമെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇവരതിൽ നിന്ന് ഊരിയതാണ്. 3 വർഷം കഴിഞ്ഞപ്പോൾ ഡ്യൂ ആയി ഈ പേ കമ്മീഷൻ വെക്കേണ്ടത്. ഒരുപാട് സമരങ്ങൾ നടന്നു, അന്നൊന്നും ഇവരാരും മിണ്ടിയില്ല. എന്നിട്ട് പോണ പോക്കിനൊരു പേ കമ്മീഷൻ വെച്ചു അടുത്ത സർക്കാരിന്റെ തലയിലേക്ക്. എന്തോ ഒരു സാധനം ഇങ്ങനെ തന്നിട്ടുണ്ടെന്നറിയാമോ സമ്മാനമായിട്ട് പോകുന്ന പോക്കില്. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇതൊക്കെ പറയണത്, അതിനെയൊക്കെ വിമർശിക്കുകയാണ്. അപ്പേ DA കൊടുത്തില്ല, DA പ്രഖ്യാപിച്ചില്ല, ആരുണ്ടാക്കിയ കുടിശ്ശികയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കണ്ട. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അല്ലേ, അതായത് PM ശ്രീ പദ്ധതിയെ പറ്റി ഞങ്ങൾ എന്താ ചെയ്തത്? ആരാ ഒപ്പിട്ടത് PM-ശ്രീയിൽ? ആരാ ഒപ്പിട്ടത്? എന്റെ ഒറ്റ ചോദ്യം. അല്ലല്ല, കേൾക്ക്, ആരാ ഒപ്പിട്ടത്? പിണറായി വിജയൻ സർക്കാർ കൂടിയാലോചനകൾക്ക് ശേഷം ഒപ്പിട്ടിട്ട് അതിനെ ന്യായീകരിച്ചു, ഇല്ലേ? ന്യായീകരിച്ചല്ലോ. എന്നിട്ട് പറഞ്ഞു പിൻവലിക്കാനുള്ള കത്തല്ല അയച്ചത്. ഞാൻ പത്രസമ്മേളനത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ മരവിപ്പിക്കാനുള്ള കത്ത്. ഈ എഗ്രിമെന്റിൽ മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഒരു എഗ്രിമെന്റ് അല്ലേ, സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടി ചെയ്യുന്ന ഈ എഗ്രിമെന്റ് എൻ്റെ കയ്യിലുണ്ട്. മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഇനി ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ, നിങ്ങൾക്ക് പിന്മാറാമായിരുന്നില്ലേ? ഇവർക്ക് പിന്മാറായിരുന്നില്ലേ? ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ പിന്മാറായിരുന്നില്ലേ? ഞാൻ അതും കൂടി പറഞ്ഞുതരാം. പിന്മാറാനുള്ള ഒരു പ്രൊവിഷനും ഇതിൻ്റെ അകത്തില്ല, ഈ നിയമത്തിലില്ല. പിന്മാറാനുള്ള ഒരു സംഭവവും ഇതിൻ്റെ അകത്തില്ല. പിന്മാറാൻ പറ്റില്ല ഇതിനകത്ത്. പിന്മാറാൻ അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ ലിറ്ററസി വകുപ്പിനും മാത്രമേ ഉള്ളൂ. 3 ഏജൻസികൾ, കേന്ദ്ര ഗവൺമെന്റ് അടക്കം. പിന്മാറാൻ സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് പാർട്ടിയായാൽ പിന്മാറാൻ 1 മാസത്തെ നോട്ടീസിൽ പിന്മാറാൻ അധികാരം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. ഇവർ ഒപ്പിട്ടപ്പോൾ തന്നെ കേരളം അതിന്റെ ഭാഗമായി. അടൂർ പ്രകാശന് കൊടുത്ത ചോദ്യത്തിൽ അതൊക്കെ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. കേരളം ഇതിന്റെ പാർട്ടിയാണ്. പാർലമെന്റിൽ കൊടുത്ത ഉത്തരം, കേരളം ഇതിന്റെ പാർട്ടിയാണ്, ഇതിൻ്റെ അകത്ത് ഒപ്പിട്ടിട്ടുണ്ട്, തമിഴ്നാടും വെസ്റ്റ് ബംഗാളും മാത്രമാണ് ഒപ്പുവെക്കാത്തതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ എന്നോട് പഞ്ചാബിന്റെ കാര്യം ചോദിച്ചു. ആരോ പഞ്ചാബ് 2023 സെന്ററിന് എഴുതി ജൂലൈ 18 ഞങ്ങളില്ലാന്ന്, ഞങ്ങൾ ഇതിൽ നിന്ന് മാറുകയാണെന്ന്. എന്നിട്ട് 2024 ജൂലൈ 26 വീണ്ടും കത്തെഴുതി ഞങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്യും, ഞങ്ങൾ ഇതിന്റെ ഭാഗമാകുമെന്ന്. പഞ്ചാബ് കേട്ടോ. അതായത് 2023 പുറത്തു പോകാൻ പറ്റില്ല, 24 വീണ്ടും കത്തെഴുതി ഇതിൻ്റെ അകത്ത് ഭാഗമാവുകയാണെന്ന്. പിന്നെ ഇപ്പൊ പറയുന്ന ഈ മത നിരപേക്ഷതയും മറ്റതിനെ കുറിച്ചൊക്കെ ഭയങ്കര ഇതാണല്ലോ, വർഗീയത ഇതൊക്കെയാണ്. ഒക്ടോബർ 27, 2025 ദേശാഭിമാനി പത്രത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എഴുതിയൊരു ലേഖനമുണ്ട്. എല്ലാത്തിനുള്ള മറുപടിയാണ്. PM-ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ മത്സരിക്കുകയാണ് ചിലർ. അതിൽ പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും കൂടിയുണ്ട്, നിങ്ങളും. പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പാഠ്യപദ്ധതിയെല്ലാം മാറ്റി കേന്ദ്രം നിശ്ചയിച്ചു നൽകുന്നത് നടപ്പാക്കേണ്ടി വരും എന്നത് അവാസ്തവമാണ്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ കരിക്കുലം തുടരാമെന്ന കാര്യം ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പേജ് 17 പാരഗ്രാഫ് 3. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഞാനല്ല. മാത്രവുമല്ല, രാജ്യത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പാഠ്യപദ്ധതി പരിഷ്കരിച്ച ഏക സംസ്ഥാനവും കേരളമാണ്. അക്കാഡമികപരമായി ഏത് പുസ്തകം സ്വീകരിച്ചാലും അതിലെ ഏത് പാഠം പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട്. ശിവൻകുട്ടി, അതുകൊണ്ടാണ് NCERT രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി പാഠഭാഗങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ കേരളം അഡീഷണൽ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത്. ഇതിലും തൃപ്തിയില്ലാത്തവർ, ഇത്രയും പറഞ്ഞിട്ട് തൃപ്തിയില്ലാത്തവർ PM-ശ്രീ നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടുന്നതാണ്. ഇതെനിക്ക് പിണറായി വിജയനോട് പറഞ്ഞാൽ പോലെ ഈ മറുപടി ശിവൻകുട്ടിയോട് എനിക്ക് പറഞ്ഞാൽ പോലെ ഈ മറുപടി. ഇനി കേട്ടോളൂ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങളുടെ നികുതി പണം കൂടി ഉപയോഗപ്പെടുത്തിയാണ്.
കറക്റ്റാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഫെഡറൽ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന കേരളം പദ്ധതികളെ നിരാകരിക്കുന്നത് ജനദ്രോഹപരമായ നിലപാടുകളായി മാറുകയും ചെയ്യും. എന്തൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റാ. സമഗ്ര ശിക്ഷ, PM പോഷൻ സ്റ്റാർസ്, ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്നിവയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ PM ഉഷയും ഇതിനകം തന്നെ നാം നടപ്പാക്കി വരുന്നു. പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും നിരന്തരമായ ആശയവിനിമയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വകുപ്പ് തീരുമാനിച്ചത്. ഞാൻ ഒന്നും പറയല്ല. അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ തന്നെ കുറെ നേരമല്ല ചോദിക്കുന്നത്. മീ കംപ്ലീറ്റ്. കേന്ദ്ര സമ്മർദ്ദത്തിൽ ആദ്യം ഒരു ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ഏതോ കേന്ദ്രത്തിന്റെ പേര് വെക്കണമെന്ന് പറഞ്ഞു. ഇതിവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് സമ്മതിച്ചു കഴിഞ്ഞ ഗവൺമെന്റ്. ഞാൻ ചോദിക്കട്ടെ, ഒരു വിരൽ ഇങ്ങോട്ട് ചൂണ്ടുമ്പോ 4 എണ്ണം സ്വന്തം നെഞ്ചിലേക്കാണെന്ന് വിചാരിച്ചാൽ മതി. പറയുമ്പോ എല്ലാത്തിനും കൃത്യമായ മറുപടി ഉണ്ട്.